ഹലോ ഡിയർ ആസ്പിരൻസ്, വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിക്സിൽ നിന്നുള്ള വീഡിയോ സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ എക്കണോമിക്സിൻ്റെ സിലബസ് 5 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് എക്കണോമിക്സിനുള്ളത്. നിങ്ങൾക്ക് അറിയാം ഡിഗ്രി പ്രിലിംസ് എക്സാമിൽ. സോ കോമൺ ഡിഗ്രി പ്രിലിംസിൽ എക്കണോമിക്സിൻ്റെ സിലബസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 5 ഇയർ പ്ലാൻസ്, നീതി ആയോഗ് ഉൾപ്പെടെയുള്ള ടോപ്പിക്സ് അതിൻ്റെ അകത്ത് വരും. സോ ഈ പോർഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൈകാര്യം ചെയ്യുന്നത്. സോ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒരു കൺവെൻഷണലായിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സസിൽ നിന്ന് മാറി ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ വിഷയം എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര ആഴത്തിൽ പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. എല്ലാവരും അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിനൊപ്പം തന്നെ ലെക്ചർ നോട്ട് എഴുതിയെടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കും പേനയൊക്കെ റെഡി ആയിട്ട് വെക്കുക. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നമുക്ക് കുറച്ച് ഇൻട്രാക്റ്റീവ് ആയിട്ട് തന്നെ ക്ലാസ് പോവാം. ഓക്കെ, ഇതൊരു റെക്കോർഡഡ് വീഡിയോ ആണ്, യൂട്യൂബ് വഴിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾക്ക് പോസ് ചെയ്യാം. വീഡിയോ പോസ് ചെയ്തിട്ട് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങളെ പറ്റി, അതായത് ലെക്ചറിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പോസ് ചെയ്ത് ആലോചിക്കുക. സോ ദാറ്റ് ഈ ഒരു ഭാഗം സാധാരണ പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസ് അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷനിൽ നിന്നുള്ള ഏരിയ ഉദ്യോഗാർത്ഥികൾ കുറച്ച് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ടയറിംഗ് ആയിട്ടും കമ്പർസം ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരുപാട് ഫാക്ട്സ് വരും. പക്ഷെ അങ്ങനല്ല, അതിൽ നിന്ന് മാറി നമുക്ക് എങ്ങനെ ഈ ടോപ്പിക്ക് വളരെ ഇൻട്രിഗ്യൂയിങ് ആയിട്ട് സബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൺസെപ്റ്റുവലായിട്ട് പാരാമീറ്റർ വൈസ് നമുക്ക് എങ്ങനെ ഇത് ഓർത്തിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലെക്ചർ കൊണ്ട് ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും അതിനായിട്ട് മാനസികമായിട്ട് കൂടെ തയ്യാറെടുക്കുക. സോ നമ്മുടെ ടോപ്പിക്ക് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് ആണ്. കഴിഞ്ഞ 11 എക്സാംസിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിയായിരിക്കും. 2021 മുതൽ ഡിഗ്രി പ്രിലിംസ് എക്സാം നടക്കുന്നുണ്ട് അല്ലേ? 2021 മുതൽ ഡിഗ്രി പ്രിലിംസ് എക്സാം നടക്കുന്നുണ്ട്. 2021 നമുക്ക് 2 ഘട്ടമായിട്ടാണ് ഡിഗ്രി പ്രിലിംസ് എക്സാം നടന്നത്. 2022 3 ഘട്ടങ്ങളായിട്ട് നടന്നു. 2023 3 ഘട്ടങ്ങളായിട്ട് നടന്നു. 2024 3 ഘട്ടങ്ങളായിട്ട് നടന്നു. അതാണ് ആ 11ന്റെ കണക്ക്. അങ്ങനെ 11 ചോദ്യപേപ്പറുകൾ നമുക്ക് ഡിഗ്രി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഈ 11 ചോദ്യപേപ്പറുകളിൽ നിന്ന് 5 മാർക്കിന്റെ വെയിറ്റേജ് ആണെങ്കിൽ പോലും എക്കണോമിക്സിൽ നിന്നുള്ള കറണ്ട് അഫെയർ ചോദ്യങ്ങളൂടെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 62-65ഓളം ചോദ്യങ്ങൾ നമുക്ക് ഈ 11 ചോദ്യപേപ്പറുകളിൽ നിന്ന് എക്കണോമിക്സ് എന്നുള്ള വിഷയത്തിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ തന്നെ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് എന്നുള്ള ഈ ടോപ്പിക്കിൽ നിന്ന് 9 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, 9 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സീരീസ് ഇപ്പൊ നമ്മൾ നിങ്ങൾ ഈ അറ്റൻഡ് ചെയ്യുന്ന ഈ സീരീസ് ഒരു PYQ സീരീസ് അല്ല, എസെൻഷ്യലി ഒരു ക്വസ്റ്റ്യൻ സോൾവിങ് സെഷൻ അല്ല. പക്ഷെ ഈ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ വീഡിയോ കണ്ട ശേഷം കമന്റ് ചെയ്യുക, ഈ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണോ എന്നുള്ള കാര്യം നിങ്ങൾ പറയുക. PYQ സീരീസ് നമ്മൾ തുടങ്ങുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തന്നെ സ്പെസിഫൈ ചെയ്ത് പറയാം അന്നെടുത്ത ഡിഗ്രി പ്രിലിംസിന്റെ ലെക്ചർ സീരീസിന്റെ PYQ സെഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആവശ്യപ്പെടാം. അപ്പൊ അതൊക്കെ നിങ്ങൾ ടുവേർഡ്സ് ദ എൻഡ് ഡിസൈഡ് ചെയ്യുക, നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ സമയം കളയാതെ തന്നെ എക്കണോമിക് പ്ലാനിങ്ങിലോട്ട് പോവാം. നമുക്കറിയാം ഇന്ത്യ ഒരു പ്ലാൻഡ് എക്കണോമിയാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നമ്മൾ ഇൻവെസ്റ്റേജ് ചെയ്തത് ഒരു പ്ലാൻഡ് എക്കണോമിക് മോഡലാണ് അല്ലെ? ഒരു ആസൂത്രണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു റിസോഴ്സ് അലൊക്കേഷൻ ആണ് നമ്മൾ വിഭാവനം ചെയ്തത്. അങ്ങനെ നമ്മളൊരു പ്ലാൻഡ് എക്കണോമിയിലേക്കാണ് പോയത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം തന്നെ ഇതാണ്: എന്താണ് എക്കണോമിക് പ്ലാനിങ്? അല്ലെ എന്തിനാണ് എക്കണോമിക് പ്ലാനിങ്? എന്തിനാണ് സാമ്പത്തിക ആസൂത്രണം? എന്താണ് അതിന്റെ പ്രസക്തി? ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. റിസോഴ്സ് അലൊക്കേഷൻ ആണ്. ആത്യന്തികമായിട്ട് വിഭവങ്ങൾ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇന്ത്യ പോലെ ഇത്രയധികം ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്ത് വിഭവങ്ങൾ അലൊക്കേറ്റ് ചെയ്യുന്നതിലേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്നുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ റിസോഴ്സ് അലൊക്കേഷൻ പറയുന്നത് ശ്രദ്ധിക്കുക. റിസോഴ്സ് അലൊക്കേഷൻ ആണ് പ്ലാനിങ്ങിലേക്ക്, എക്കണോമിക് പ്ലാനിങ്ങിലേക്ക് നമ്മളെ നയിച്ച വസ്തുത. കാരണം റിസോഴ്സ് അലൊക്കേഷൻ, ഞാൻ ആറേന്ന് എഴുതുന്ന റിസോഴ്സ് അലൊക്കേഷൻ ആണ്. റിസോഴ്സ് അലൊക്കേഷൻ 2 രീതിയിൽ സാധ്യമാണ്. ഒന്ന്, മാർക്കറ്റ് മെക്കാനിസം വെച്ചിട്ടും റിസോഴ്സ് അലൊക്കേറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എക്കണോമിയെ പൂർണ്ണമായിട്ടും എന്തിനു വിട്ടുകൊടുക്കാം? മാർക്കറ്റിന് വിട്ടുകൊടുക്കാം. അതിനെയാണ് മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. മാർക്കറ്റ് മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിസോഴ്സ് അലൊക്കേഷൻ നടത്താം. രണ്ടാമത്തെ മാർഗമാണ് ഈ പ്ലാനിങ് അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ് എന്നുള്ളത്.
അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് വിഭവങ്ങൾ അലക്കേറ്റ് ചെയ്യാം. ഒന്ന് മാർക്കറ്റ് മെക്കാനിസത്തിന് എക്കണോമിയെ വിട്ടുകൊടുത്തുകൊണ്ട് റിസോഴ്സ് അലക്കേഷൻ നടത്താം. രണ്ടാമത്തതാണ് എക്കണോമിക് പ്ലാനിങ്. എന്തുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ടും മാർക്കറ്റ് മെക്കാനിസത്തിലേക്ക് പോവാതെ നമ്മൾ ഒരു പ്ലാൻഡ് എക്കണോമിയിലേക്ക് പോയത് എന്നുള്ളതിന്റെ കാരണം ഇവിടെ നിന്നാണ് നിങ്ങൾ കൺസെപ്ച്വലി മനസ്സിലാക്കേണ്ടത്. കാരണം മാർക്കറ്റ് മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മെക്കാനിസം എന്ന് കേട്ട് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് മെക്കാനിസംസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. എന്താണ് മാർക്കറ്റ് മെക്കാനിസംസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് സിംപ്ലി മാർക്കറ്റ് മെക്കാനിസം. അപ്പൊ റിസോഴ്സ് അലൊക്കേഷൻ മാർക്കറ്റ് മെക്കാനിസത്തിന് വിട്ടുകൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡിനും സപ്ലൈക്കും വിട്ടുകൊടുത്തു എന്നാണ് അർത്ഥം. അങ്ങനെ ഡിമാൻഡിനും സപ്ലൈക്കും വിട്ടുകൊടുത്താനുള്ള പ്രശ്നം എന്താണ്? ഈ ഡിമാൻഡ് സപ്ലൈ ക്യാഷ് ഫ്ലോ ആയിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ്. അതായത് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ബാക്ക്ഡ് ബൈ ബൈയിങ് പവർ ആണ്. സി മാർക്കറ്റ് ക്യാൻ പ്രൊഡ്യൂസ്, മാർക്കറ്റ് ക്യാൻ ജനറേറ്റ് എംപ്ലോയ്മെന്റ്. പക്ഷെ ഈ പ്രൊഡക്ഷനും എംപ്ലോയ്മെന്റും ഒക്കെ ആർക്കാണ്? പണമുള്ളവർക്കാണ്. പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൊഡക്ഷനും എംപ്ലോയ്മെന്റും ഒക്കെ നടക്കുന്നത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും എക്കണോമിയെ മാർക്കറ്റ് മെക്കാനിസത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല? സോഷ്യൽ ജസ്റ്റിസ്. ഇന്ത്യ പോലൊരു രാജ്യത്ത് സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യത്തെ പാർപ്പിടം അല്ലെ വീടെന്നുള്ള ഒരു ആവശ്യം നിങ്ങളൊന്ന് ആലോചിച്ചേ. പൂർണ്ണമായിട്ടും മാർക്കറ്റ് മെക്കാനിസത്തിന് അല്ലെങ്കിൽ വിപണിക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് മാത്രമേ വീടല്ലേ പാർപ്പിടം ഉണ്ടാവത്തുള്ളൂ? ആർക്കാണോ ബൈയിങ് പവർ ഉള്ളത്. മാർക്കറ്റ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈന്റെ ഭാഗമായിട്ട് ഈ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ചെയിന്റെ ഭാഗമായിട്ട് പണമുള്ളവന് മാത്രമേ വീട് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ്? ഇവിടെ ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് പണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കോൺട്രാക്ട് കൊടുക്കണം. അപ്പൊ അവിടെ കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടർ പണം നൽകിക്കൊണ്ടാണ് ലേബേഴ്സിനെ അസൈൻ ചെയ്യുന്നത്. ഈ ലേബേഴ്സ് വേതനത്തിന് പണിയെടുത്തുകൊണ്ടാണ് ഈ വീട് പണിയുന്നത്. അപ്പം വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആള് ഫണ്ട് ജനറേറ്റ് ചെയ്ത് ആ ഫണ്ട് കോൺട്രാക്ടർക്ക് നൽകുകയും ലേബേഴ്സിന് നൽകുകയും ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? ഒരു മാർക്കറ്റ് മെക്കാനിസത്തിൽ വീട് ഉണ്ടാവുന്നുള്ളൂ. എന്നാൽ ഒരു സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് എന്താണ്? അവിടെ ഡിമാൻഡ് ബാക്ക്ഡ് ബൈ ബൈയിങ് പവർ വേണമെന്നില്ല. ബൈയിങ് പവർ ഇല്ലാത്തവർക്കും, അതായത് പാവപ്പെട്ടവർക്കും വീടെന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലക്ഷ്യം അല്ലെ മീൻസ് അവരുടെ ആ ഒരു ഡ്രീം സഫലീകരിക്കുന്നതിന് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? മെഷേഴ്സ് എടുക്കാൻ സാധിക്കും അല്ലെ. സോ അതാണ് ഈ പറയുന്ന മാർക്കറ്റ് മെക്കാനിസത്തിന്റെ ഒരു 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 റിസോഴ്സ് അലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ദൂഷ്യവശം അല്ലെങ്കിൽ അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പെരേറ്റീവ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? മാർക്കറ്റ് മെക്കാനിസത്തെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് മെക്കാനിസം ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ത് എൻഷുർ ചെയ്യുന്നില്ല? സോഷ്യൽ സെക്യൂരിറ്റി മീൻസ് സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നില്ല. സാമൂഹിക നീതി നമുക്ക് എന്തുകൊണ്ട് ഉറപ്പുവരുത്താൻ സാധിക്കത്തില്ല? ഇന്ത്യ പോലൊരു രാജ്യത്ത്, ഇന്ത്യ പോലൊരു ഡെവലപ്പിംഗ് എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്താൻ നമുക്ക് റിസോഴ്സ് അലൊക്കേഷനെ മാർക്കറ്റ് മെക്കാനിസത്തിന് വിട്ടുകൊടുത്താൽ സാധിക്കില്ല. ഇതാണ് ഒരു പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ എന്തിലേക്ക് പോയത്? അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെന്റ് പ്ലാൻ ചെയ്യാൻ തീരുമാനിച്ചത്. എന്തിനു വേണ്ടി അപ്പൊ പ്ലാനിങ്? റിസോഴ്സ് അലൊക്കേഷന് വേണ്ടിയാണ്. റിസോഴ്സ് അലൊക്കേഷന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്കണോമിക് പ്ലാനിങ്ങിലേക്ക് പോയത്. അപ്പൊ വൈ പ്ലാനിങ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ചിന്തിക്കേണ്ട, ഇനി തൊട്ട് നിങ്ങൾ ഇങ്ങനെ വേണം ചിന്തിക്കാൻ. എന്താണ്? റിസോഴ്സ് അലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റ് മെക്കാനിസം ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് പൂർണ്ണമായിട്ട് അത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് എക്കണോമിക് പ്ലാനിങ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അതാണ് നമ്മൾ ഈ സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചേ, പലപ്പോഴും നിങ്ങൾ പ്ലാനിങ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യമേ പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എന്ത്? പ്ലാനിങ് കമ്മീഷൻ എന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഒന്നുമല്ല. എന്തല്ല? പ്ലാനിങ് കമ്മീഷൻ ആസൂത്രണ ഇന്ത്യയിലെ 1950 മാർച്ചിൽ നിലവിൽ വന്ന പ്ലാനിങ് കമ്മീഷൻ എന്തല്ല? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഒന്നുമല്ല. ഓക്കെ, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി പോലും അല്ല. അപ്പം എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ത്? പ്ലാനിങ് കമ്മീഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കേ, ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് പ്ലാനിങ് കമ്മീഷനെ പറ്റിയല്ല, ഇന്ത്യയിലെ പ്ലാനിങ് അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ്ങിനെ പറ്റിയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ ചോദിക്കുകയാണ്, ഇവിടാണ് നിങ്ങളൊന്ന് പോസ് ചെയ്യണമെന്നൊക്കെ ഞാൻ ആവശ്യപ്പെട്ടത്. ഇന്ത്യയിലെ എക്കണോമിക് പ്ലാനിങ് എന്നുള്ളത് അല്ലെങ്കിൽ പ്ലാൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത് അല്ലെ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആണോ? കോൺസ്റ്റിറ്റ്യൂഷണൽ പരാമർശമുണ്ടോ? എക്കണോമിക് കമ്മീഷന് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉണ്ടോ എന്നല്ല എന്റെ ചോദ്യം. സോറി, പ്ലാനിങ് കമ്മീഷന് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉണ്ടോ എന്നല്ല എന്റെ ചോദ്യം. പ്ലാനിങ് ഇൻ ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് എന്തെങ്കിലും പരാമർശം ഉണ്ടോ, വാലിഡിറ്റി ഉണ്ടോ എന്നാണ് ചോദ്യം. ഓക്കെ,
നിങ്ങളൊന്ന് ആലോചിച്ചേ. ഞാനിവിടെ PPT-യിൽ അത് ഇട്ടിട്ടുണ്ട്. ആലോചിച്ചേ. ശരിക്കും DPSP നമ്മുടെ നിർദ്ദേശക തത്വങ്ങളില്ലേ, നിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 39B-യും 39C-യും, ആർട്ടിക്കിൾ 39-ന്റെ B-യും 39-ന്റെ C-യും ഇത് എന്തിനെ പറ്റി പറയുന്നു? 39B-യും 39C-യും പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. റിസോഴ്സ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് പാടില്ല, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ റിസോഴ്സ് എല്ലാവർക്കും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്ന് പറയുന്ന രണ്ട് ആർട്ടിക്കിൾസ് ആണ് എന്ത്? 39B-യും 39C-യും. അതായത് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്തും അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസും എന്ന് വെച്ച് കഴിഞ്ഞാൽ എസെൻഷ്യലി ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? റിസോഴ്സ് അലൊക്കേഷനെ കുറിച്ചല്ലേ പറയുന്നത്. സോ റിസോഴ്സ് അലൊക്കേഷനിൽ പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്തും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസും സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എക്കണോമിക് പ്ലാനിങ് വേണം. സോ ആ നിലയ്ക്ക് DPSPക്ക് ഉള്ളിൽ എന്തിനെ കുറിച്ച് അപ്പൊ പരാമർശമുണ്ട്? എക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ച് പരാമർശമുണ്ട്. ഓക്കെ, വീണ്ടും നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്യുക എന്റെ അടുത്ത ചോദ്യത്തിന് വേണ്ടി. ഓക്കെ, DPSPയിൽ മാത്രമാണോ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ച് പരാമർശം ഉള്ളത്? മറ്റെവിടെ ഉണ്ടെന്ന് ആലോചിച്ചേ. അടുത്ത സ്ലൈഡ് അതിനെ കുറിച്ചാണ്, ഒന്ന് ആലോചിച്ചേ. വേറെ എവിടെ ആയിരിക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ച് അല്ലെ സോഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് പരാമർശം ഉള്ളത്? ശ്രദ്ധിച്ചേ. DPSPക്ക് പുറമെ നമ്മുടെ ഷെഡ്യൂൾ 7, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾ 7 എടുക്കുക. ഷെഡ്യൂൾ 7 കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഷെഡ്യൂൾ 7 ഈ പറയുന്നത് പോലെ വി ഹാവ് എ ലിസ്റ്റ് 3. നമുക്കൊരു ലിസ്റ്റ് 3 ഉണ്ട്, അതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. കൺകറന്റ് ലിസ്റ്റിലെ എൻട്രി 20 എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കുക. കൺകറന്റ് ലിസ്റ്റിലെ എൻട്രി 20 എന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ് ആണ്. ഓക്കെ, ഇത് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പലർക്കും ഇതൊരു ന്യൂ ഇൻഫർമേഷൻ ആണെന്ന് ഞാൻ കരുതുകയാണ്. എന്താണ്, നമ്മളെല്ലാവരും പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി വെച്ചിട്ട് എക്കണോമിക് പ്ലാനിങ്ങിന് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അടിത്തറ ഇല്ലെന്ന് കരുതിയവരാണ് എങ്കിൽ നമുക്ക് തിരുത്താൻ സമയമായി. DPSPയിലും അതുപോലെ തന്നെ നമ്മുടെ ഷെഡ്യൂൾ 7-ലെ ലിസ്റ്റ് 3-ൽ വരുന്ന കൺകറന്റ് ലിസ്റ്റിൽ എൻട്രി 20 ആയിട്ടും എന്തുണ്ട്? പ്ലാനിങ്ങിനെ കുറിച്ച് പരാമർശമുണ്ട്. സോ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ് എന്നുള്ളത് എന്താണ്? ഷുഡ് ഫൈൻഡ് എ മെൻഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഓക്കെ, സോ അപ്പൊ അത് ഓർക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ലേണിംഗ് കർവാണ് നമ്മൾ എടുത്തത്. എന്താണ്, എന്തിനു വേണ്ടിയാണ് പ്ലാനിങ്? നമ്മുടെ ഭരണഘടന ഈ പ്ലാനിങ്ങിനെ പറ്റി എന്തൊക്കെയാണ് പരാമർശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്ലാനിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്തായിരിക്കണമെന്നുള്ളത് അതിന്റെ ഒരു ക്യൂ നമുക്ക് കിട്ടുന്നത് എവിടുന്ന് തന്നെയാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ്? ഓക്കെ, സോ ഇങ്ങനെ തന്നെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ എന്താണ് പ്ലാനിങ് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ്? ഓക്കെ, പ്ലാനിങ് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ ഇന്ത്യയിലെ എക്കണോമിക് പ്ലാനിങ് കൊണ്ട് പ്ലാനിംഗ് കമ്മീഷൻ എൻവിസേജ് ചെയ്തത് വഴി അല്ലെങ്കിൽ നമ്മുടെ 12 5-year പ്ലാൻസിൽ റിഫ്ലക്ട് ചെയ്ത് നിന്ന തീംസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഒന്നാമത്തത് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക വളർച്ച. സാമ്പത്തിക വളർച്ച നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന മാക്രോ എക്കണോമിക് ഐഡന്റിറ്റീസിൽ പ്രധാനപ്പെട്ടതാണ് ഏതൊക്കെ? ഒന്ന് GDP അല്ലെ. GDPയുടെ ടേംസിൽ എന്തുമാത്രം എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി. അതുപോലെ തന്നെയാണ് പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, സോ എക്കണോമിക് ഗ്രോത്ത് ഇൻ ടേംസ് ഓഫ് GDP അല്ലെ പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ളത് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിസോഴ്സ് അലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹിക സുരക്ഷ, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി, സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപ്പം എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ അസമത്വങ്ങൾ, റിഡക്ഷൻ ഇൻ ഇൻഇക്വാളിറ്റീസ്. അപ്പൊ ഇത് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണത് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ഒബ്ജക്റ്റീവ് ഉണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് കാണാതൊന്നും പഠിക്കേണ്ട, ഓർത്താൽ മതി. പ്ലാൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ പ്ലാനിങ്ങിന്റെ ഒരു ഉദ്ദേശം എന്താണ്? വളർച്ച അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വന്നു. അടുത്ത എന്താണ്? നമ്മൾ ഇതിൽ തന്നെയാണ് പറഞ്ഞു തുടങ്ങിയതുപോലെ റിസോഴ്സ് അലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് എസെൻഷ്യലി നമ്മുടെ ഇന്ത്യയിലെ എക്കണോമിക് പ്ലാനിങ്ങിന്റെ ഒരു ക്യൂ വരുന്നത് റിസോഴ്സ് അലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ വരുമ്പോൾ റിസോഴ്സ് അലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? സോഷ്യൽ ജസ്റ്റിസ് ആണ്. കാരണം അവിടെ ഞാൻ പറഞ്ഞു മാർക്കറ്റ് മെക്കാനിസത്തിന് എന്ത് ഉറപ്പുവരുത്താൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു, സോഷ്യൽ ജസ്റ്റിസ് പെർസെ ഉറപ്പുവരുത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് സോഷ്യൽ ജസ്റ്റിസും വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വാട്ട് പ്ലാനിങ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് സെൽഫ് റിലയൻസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ട്, എൻ്റെ ഒപ്പം നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർ ഇട്ട് വെച്ചോളൂ, സെൽഫ് റിലയൻസ്. കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ പറയാം. ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസിലും മെയിൻസിലും നിങ്ങൾ ഈ പറയുന്നത് പോലെ 12 പഞ്ചവത്സര പദ്ധതികൾ 12ാമത്തത് അബോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഏർലി അബോളിഷ് ചെയ്തു. പക്ഷെ 12 പഞ്ചവത്സര പദ്ധതികൾ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. 12ാമത്തത് അബോളിഷ് ചെയ്തു. അപ്പൊ 11 കംപ്ലീറ്റ് ചെയ്ത പഞ്ചവത്സര പദ്ധതികളുണ്ട്. അപ്പൊ ഈ പഞ്ചവത്സര പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ തീംസ്, നറേറ്റീവ്സ്, അതിന്റെ അതിന്റെ അച്ചീവ്ഡ് ഗ്രോത്ത് എത്രയാണ്, ടാർഗറ്റഡ് ഗ്രോത്ത് എത്രയാണ് എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക്
എസ്പെഷ്യലി മൾട്ടി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രസ്താവന രൂപത്തിലൊക്കെ ചോദ്യമായിട്ട് വരും. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീം കൂടിയാണ് സെൽഫ് റിലയൻസ്. എന്താണ് സെൽഫ് റിലയൻസിന്റെ മലയാളം? സ്വാശ്രയത്വം. എന്താണ്? സ്വാശ്രയത്വം. ഓക്കെ, അപ്പൊ ഈ സ്വാശ്രയത്വം എന്ന് പറയുന്ന സംഗതി നമ്മൾ ഓർത്തിരിക്കണം. ഇത് അതിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. 4 പഞ്ചവത്സര പദ്ധതികളുടെ കോർ തീമായിരുന്നു ഈ സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ സ്വാശ്രയത്വം എന്നുള്ളത്. ഏതൊക്കെയാണെന്ന് നിങ്ങളിപ്പോ ഒന്ന് നമ്പർ മാത്രം ഓർത്തിരിക്കുക. 2ാം പഞ്ചവത്സര പദ്ധതി, 3ാം പഞ്ചവത്സര പദ്ധതി, 4ാം പഞ്ചവത്സര പദ്ധതി, അതുപോലെ തന്നെ 6ാം പഞ്ചവത്സര പദ്ധതി. ഈ 4 പഞ്ചവത്സര പദ്ധതികളുടെയും ഒരു അണ്ടർലൈൻ തീം അല്ലെങ്കിൽ മേജർ തീമായിരുന്നു സ്വാശ്രയത്വം അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്നുള്ളത്. അത് അങ്ങനെ തന്നെ ആദ്യമേ അങ്ങ് പഠിച്ചു മാറ്റുക. 2, 3, 4, 6. ഓക്കെ, ഇനി അടുത്തതാണ്, ഇതൊരു പ്രധാനപ്പെട്ട തീമാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവാണ്, റിഡക്ഷൻ ഇൻ റീജിയണൽ ഇനിക്വാളിറ്റീസ്. അതായത് ഇതൊരു സെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണെന്ന് നമുക്കറിയാം അല്ലെ. ഒരു സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഒരു നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ അബോളിഷ് ചെയ്ത് നീതി ആയോഗ് വരുന്ന സമയത്ത് ഉയർത്തി കാണിച്ച പ്രധാനപ്പെട്ട നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ പോരായ്മകൾ എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള ബ്യൂറോക്രാറ്റൈസേഷനും പൊളിറ്റിസൈസേഷനും കാരണം ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. സോ അത്തരത്തില് പ്രാദേശികമായിട്ട് അത്തരം ഡിസ്ക്രിമിനേഷന്റെ ഭാഗമായിട്ട് അവിടുത്തെ അസമത്വങ്ങൾ വർദ്ധിക്കും എന്നുള്ളൊരു ഒരു 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 പ്രശ്നം അതിനുള്ളത് കൊണ്ട് തന്നെ പ്ലാനിംഗ് കമ്മീഷനിൽ ഒറിജിനലി അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് എന്ത് വരുന്നുണ്ട്? റിഡക്ഷൻ ഇൻ റീജിയണൽ ഇനിക്വാളിറ്റീസ് വരുന്നുണ്ട്. അത് എത്രത്തോളം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതും നീതി ആയോഗ് കൊണ്ടുവന്ന സമയത്ത് ഇതൊരു മുഖ്യ അലിഗേഷൻ ആയിരുന്നു എന്നുള്ള വസ്തുത മറ്റൊന്ന്. ഓക്കെ, പക്ഷെ ഇതൊരു തീമാണ് അല്ലെ ഇതൊരു ഒബ്ജക്റ്റീവ് ആണ്. എന്ത്? റീജിയണൽ ആയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഇനിക്വാളിറ്റീസ് കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. പിന്നെ നമുക്കറിയാം ടുവേർഡ്സ് നമ്മുടെ 10ാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ് 11ലും 12ലോട്ടും ഒക്കെ എത്തുമ്പോൾ ലോകം തന്നെ പൊതുവെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് മാറി. ആ ഒരു മോഡ് ഓപ്പൺ ആയി അല്ലെങ്കിൽ ഓൺ ആയി. സോ അതിന്റെ ഭാഗമായിട്ട് പിൽക്കാലത്ത് അതായത് ടുവേർഡ്സ് നമ്മുടെ ഞാൻ പറഞ്ഞു ഏർലി 2000-ന് ശേഷം എന്താ പറയണ്ടേ 2000-ലെ ആ പഞ്ചവത്സര പദ്ധതികളുടെ ആരംഭ സമയത്ത് തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു തീം ആയതുകൊണ്ട് തന്നെ പിന്നീട് ഈ 4 പ്രധാനപ്പെട്ട തീമുകൾക്കൊപ്പം 5ാമതായിട്ട് വന്ന ഒരു ഒബ്ജക്റ്റീവ് ആണല്ലേ തീമാണെന്ത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത്. ഉദാഹരണത്തിന് 11ാമത്തെയും 12ാമത്തെയും പഞ്ചവത്സര പദ്ധതികളിൽ ഈ തീം പ്രൊനൗൺസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ 5 ഒബ്ജക്റ്റീവ്സ് നിങ്ങൾക്ക് ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുമോ? എക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ ജസ്റ്റിസ്, സെൽഫ് റിലയൻസ്, റിഡക്ഷൻ ഇൻ റീജിയണൽ ഇനിക്വാളിറ്റീസ്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ 5 ഒബ്ജക്റ്റീവ്സ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇത് ഓരോന്നും ഓർത്തിരിക്കാനായിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. സെൽഫ് റിലയൻസിന്റെ കേസ് പറഞ്ഞു. ഓക്കെ, സെൽഫ് റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട് 2, 3, 4, 6 പഞ്ചവത്സര പദ്ധതികൾ ഓർത്തിരിക്കാൻ പറഞ്ഞു. സോ ഈ സെൽഫ് റിലയൻസിന്റെ കാര്യം എങ്ങനെയാണ് PSC ഒരു ക്വസ്റ്റ്യന്റെ രൂപത്തിൽ ഇടുന്നതെന്നും അവിടെ ഈ ഒരു മിയർ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ഉദാഹരിക്കുന്നതിന് വേണ്ടി, അത് ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ചോദിച്ചതല്ല, ഒരു 12th അല്ലെങ്കിൽ 10th ലെവലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ PSCയുടെ ഒരു ലാർജ് പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്കണോമിക്സിൽ നിന്നൊക്കെ അങ്ങനെ ഒരു ഡിഗ്രി 10th ഡിസ്റ്റിങ്ഷൻ ഒന്നും കാണാൻ സാധിക്കത്തില്ല. നല്ല ചോദ്യങ്ങൾ 10th ലെവലിലും ചോദിക്കാം, 12th ലെവലിലും ചോദിക്കാം, ഡിഗ്രി പ്രിലിംസിലും മെയിൻസിലും ചോദിക്കാം. അപ്പം ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ചോദ്യം മലയാളത്തിലുള്ള അല്ലെങ്കിൽ ഒരു 10th 12th ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. എവിടെ? ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എവിടെ എക്സ്പെക്ട് ചെയ്യാം? ഡിഗ്രി ലെവലിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടേ. നിങ്ങൾക്ക് ഇപ്പൊ ഈ കിട്ടിയ ഒരു ട്രെയിനിങ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ലെക്ചർ ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് കിട്ടി ഈ ട്രെയിനിങ് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ നിങ്ങളൊന്ന് നോക്കേ. സോ ഇതാണ് ആ ചോദ്യം. 4ാം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ഒന്ന് കാണുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ നിങ്ങളൊന്ന് നോക്കേ. എന്താണ് ചോദ്യം? 4ാം പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദ്യം അല്ലെ. നമ്മള് പഞ്ചവത്സര പദ്ധതികളുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷന്റെ ഒബ്ജക്റ്റീവ്സ് ഇതാ ഇപ്പൊ പഠിച്ചല്ലേ ഉള്ളൂ. അതിലെ ഏറ്റവും പില്ലർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നില്ലേ സെൽഫ് റിലയൻസ്. സെൽഫ് റിലയൻസ് ഒരു തീമായിട്ട് വന്ന പഞ്ചവത്സര പദ്ധതി അല്ലേ 4ാം പഞ്ചവത്സര പദ്ധതി? സെൽഫ് റിലയൻസ് അല്ലേ സ്വാശ്രയത്വം? അപ്പം ഉൾപ്പെടുന്നവ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻസ് ആയിട്ടുള്ള ABCD എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കാലിബ്രേറ്റ് ചെയ്യണം. ABCD എന്ന് എഴുതി കാലിബ്രേറ്റ് ചെയ്യണം. ഞാൻ പറയണം, MCQs സോൾവ് ചെയ്യുമ്പോൾ ഉള്ള ഹ്യൂമൻ എറേഴ്സ് ഒഴിവാക്കാനുള്ള ഒരു മാർഗമാണ് കാലിബ്രേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സ്വാശ്രയത്വം എന്ന് പറയുന്ന ഈ ഓപ്ഷൻ
തേർഡ് ഓപ്ഷൻ നിങ്ങളുടെ ആൻസറിൽ എയിലോ ബിയിലോ സിയിലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഓപ്ഷൻ എ നോക്കൂ, 1 ഉം 3 ഉം. 1 ഉം 3 എന്ന് പറയുമ്പോൾ ഏതാടേ വരുന്നേ? 1 ഉം 3 ലും എന്തുണ്ട്? സ്ഥിരതയോട് കൂടിയുള്ള വളർച്ചയും സ്വാശ്രയത്വം ഉണ്ട്. സോ ഓപ്ഷൻ എ ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആണ്, ആൻസർ ആവാം. ഇനി ഓപ്ഷൻ ബി നോക്കേ, 2ഉം 4ഉം. 2ഉം 4ഉം വന്നപ്പോൾ എന്തില്ലാതായി? സ്വാശ്രയത്വം നിങ്ങളുടെ, അതായത് നമുക്കറിയാവുന്ന 4ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ തീമായിട്ടുള്ള സ്വാശ്രയത്വം എവിടെ ഇല്ല? ഓപ്ഷൻ ബിയിൽ ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ സി നോക്കേ, 1ഉം 4ഉം. 1ഉം 4ഉം ആകുമ്പോൾ എന്താണ്? സ്ഥിരതയോട് കൂടിയുള്ള വളർച്ചയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും. ഓക്കെ, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്തില്ല? സ്വാശ്രയത്വം എന്നുള്ള തീം അവിടെ വന്നിട്ടില്ല. ഇനി അടുത്ത എന്താണ്? ഡി എന്താണ്? 1ഉം 2ഉം. സ്ഥിരതയോട് കൂടിയുള്ള വളർച്ചയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം അവിടെ എന്തില്ല? സ്വാശ്രയത്വം ഇല്ല. അപ്പൊ സ്വാശ്രയത്വം വരുന്ന ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. സോ നമുക്ക്, അപ്പൊ അതാ പറഞ്ഞത്, നമുക്ക് ഈ ചാപ്റ്ററിനെ പറ്റി, ഈ പ്ലാനിങ് ഇൻ ഇന്ത്യയെ പറ്റി മൊത്തത്തിലൊരു ഐഡിയ നിങ്ങളുടെ അധ്യാപകൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന വ്യക്തി നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തരികയാണെങ്കിൽ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ടോപ്പിക്ക് പഠിച്ചു മാറ്റാൻ സാധിക്കത്തില്ലേ? കണ്ടില്ലേ? അപ്പൊ ഇത് നമുക്ക് 12 പഞ്ചവത്സര പദ്ധതികളും അതിന്റെ തീമും ടാർജറ്റും എല്ലാം പഠിച്ചിട്ട് വേണോ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ? വേണ്ട. അപ്പൊ അതിന്റെ അകത്തുനിന്ന് നമുക്ക് ഈ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വളരെ അനായാസം എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് എസെൻഷ്യലി ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ വല്ലാണ്ട് അങ്ങ് കാണാതെ പഠിക്കേണ്ട ആവശ്യകതയൊന്നും ഏതുമായിട്ട് ബന്ധപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടില്ല. അത് എക്കണോമിക്സ് എന്നല്ല, ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടില്ല. പ്രൊവൈഡഡ് നിങ്ങൾക്ക് എന്തറിഞ്ഞിരിക്കണം? സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും തറവായിട്ട് അറിഞ്ഞിരിക്കണം.